അംബികയായിട്ടുള്ള നല്ല ആ കുടുംബമായിട്ട് എനിക്ക് ഏറ്റവും നല്ല അടുത്ത ബന്ധമാണുള്ളത്. എൻ്റെ വീട് ആ കാണുന്നതാണ്. അതിന്റെ തൊട്ടടുത്താണ്, റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അംബിക. അവർക്ക് അംബിക എന്ന നടിയെ പറ്റി പറയാനുള്ളത് കേട്ടിട്ട് എന്തായാലും അറിഞ്ഞതൊന്നുമല്ല നടിയെന്ന് എനിക്കറിയില്ല. രാജാവിന്റെ മകനെന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ തകർത്തഭിനയിച്ച സിനിമയിൽ ലാലേട്ടനേക്കാൾ ഇരട്ടി പ്രതിഫലം വാങ്ങിയ ഒരു നായിക അല്ല, ഒരേ ഒരു നായിക. 1978 മുതൽ 1989 വരെ ഒരു ശതാബ്ദത്തിലേറെ കാലം ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തെ കൈവെള്ളയിൽ ഒതുക്കിയ സൗന്ദര്യവും അഭിനയ നൈപുണ്യവും ഒരുപോലെയുള്ള നടി മലയാളികൾക്ക് വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവളായി. തമിഴ്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ്, തെലുങ്ക് സിനിമാ സീരിയലുകളിൽ മോഹൻലാൽ, മമ്മൂട്ടി, കമൽ ഹസൻ, രജനീകാന്ത്, ചിരഞ്ജീവി, രാജ്കുമാർ, അംബരീഷ് എന്നിവർക്കൊപ്പം അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ച് ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ലെന്ന് സ്വയം മനസ്സിലാക്കിയ നടി, മലയാളികളുടെ സ്വന്തം അംബിക. അപ്പോൾ ഇന്ന് നടി കല്ലറ അംബികയുടെ തറവാട് വീട്ടിലേക്ക് പോകുമ്പോൾ പോകേണ്ട വഴിയും എത്തേണ്ട സ്ഥലവും കൂടി കൃത്യമായി പറഞ്ഞുകൊണ്ട് ചൂടേറിയ വിശേഷങ്ങളിലേക്ക് കടക്കാം. തിരുവനന്തപുരം കല്ലറ പള്ളിമുക്ക് പള്ളിയോട് ചേർന്ന് ഇടത്തേക്ക് നീളുന്ന റോഡ് കയറി അല്പം മുന്നിലേക്ക് ഹാപ്പി കൺവെൻഷൻ സെന്റർ. ഇവിടെ നിന്നും വലത് റോഡ് കയറി അല്പം മുന്നിലേക്ക് ചെന്നെത്തുന്നത് നമ്മുടെ സ്വന്തം നടി അംബികയുടെ തറവാട് വീടിന് മുന്നിൽ തന്നെ. എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്ലറ അംബിക എന്ന മഹാനടി ജനിച്ച് വളർന്ന് ഈ കാണുന്ന തറവാട്ടിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഈ കാണുന്ന തറവാടിന്റെയും സ്വത്തിന്റെയും പേരിലെ കുറച്ചു പ്രശ്നങ്ങൾ കാരണം അംബിക അമ്മ കുറച്ചു മാസങ്ങളായിട്ട് ഇവിടേക്ക് വരാറില്ല എന്നാണ് അയൽവാസികൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല അവർക്ക് അംബിക എന്ന നടിയെ പറ്റി പറയാനുള്ളത് കേട്ടിട്ട് എന്തായാലും അറിഞ്ഞതൊന്നുമല്ല നടിയെന്ന് വ്യക്തമായി. ചൂടേറിയ വിശേഷങ്ങൾ നിങ്ങളും അറിയണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. 1962 തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ ഈ കാണുന്ന കല്ലറ ഗ്രാമത്തിൽ കുഞ്ഞൻ നായരുടെയും സരസമ്മയുടെയും മകളായി ഈ തറവാട്ടിൽ അംബിക ജനിക്കുന്നു. അമ്മ കല്ലറ സരസമ്മ 2014 മഹിളാ കോൺഗ്രസ് നേതാവായിരുന്നു. അംബികയുടെ സഹോദരങ്ങളായ രാധ, മല്ലിക, അർജുൻ, സുരേഷ് എന്നിവർക്കൊപ്പം ഇവിടെയായിരുന്നു ബാല്യകാലം. 1988 അംബിക NRI പ്രേംകുമാർ മേനോനെ വിവാഹം കഴിച്ചു. എന്നാൽ 1996 അവർ വിവാഹമോചനം നേടുകയായിരുന്നു. പിന്നീട് 2000 നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചു. ആ ബന്ധം 2002 വിവാഹമോചനത്തോടുകൂടി അവസാനിക്കുകയും ചെയ്തു. അയൽവാസി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലത്തൊന്ന് വിവാഹം കഴിച്ച് താമസിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏകദേശം എൻ്റെ ഒന്നും പിറക്കുന്ന പഠിച്ചു വന്ന ബാച്ചുകളാണ്. ഹൈസ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഒരേ സ്കൂളിൽ തന്നെ നിർമ്മല ഹൈസ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ അറിയാൻ കഴിയുന്നവരും എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. ചേട്ടാ ഇപ്പൊ സുഖമില്ലെന്ന് എന്തോ കേൾക്കുന്നു. അമ്മയുടെ അമ്മയ്ക്കാണ്. ഇവിടെ വരാറുള്ള ഒരു സഹോദരനാണ് വരുന്നത്. സഹോദരൻ പുറത്താണ്, അമേരിക്കയിലോ എവിടെയാണെന്ന് എനിക്ക് അതൊന്നും ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ. ഇപ്പോൾ കല്ലറ അംബികാമ്മ ഇപ്പോൾ അമേരിക്കയിലാണെന്ന് കേട്ടോ, ശരിയാണോ? ആര്? കല്ലറ അംബികാമ്മ ഇപ്പോൾ എനിക്കറിയില്ല. ബാലതാരമായിട്ടാണല്ലോ അംബിക തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് 200-ലധികം ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നായികയായി അഭിനയിച്ചു. സീത എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അംബികയുടെ നായികാ കരിയർ ആരംഭിക്കുന്നത്. എന്നാൽ നീലതാമര, ലജ്ജാവതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കന്നഡയിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ തിരക്കേറിയ ഒരു നടിയായി മാറുകയായിരുന്നു. എൻ്റെ പേര് മൻസൂർ ഖാൻ. എങ്ങനെയാ അംബികാമ്മയെ എങ്ങനെ അറിയാം? എൻ്റെ വീട് ആ കാണുന്നതാണ്. അതിന്റെ തൊട്ടടുത്താണ്, റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ അംബിക മേഡത്തിന്റെ വീട് വരുന്നത്. അതായാലും പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു മഹാനടിയുടെ വീടിനടുത്താണല്ലോ താമസിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം, അഭിമാനമൊക്കെ ഉണ്ട്. ആ ഒരു നാട്ടുകാരനായതിലുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഗേറ്റ് ആണിത്. പിന്നെ അതല്ല സൈഡിൽ അപ്പുറത്ത് വേറൊരു ഗേറ്റ് കൂടെ ഉണ്ട്. വളരെ ചുരുക്കം തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് വർഷം മുന്നേ ഒരു ഓണപരിപാടിക്ക് എന്തോ ഇവിടെ ഈ ജംഗ്ഷനിൽ പരിപാടി നടക്കുന്ന സമയത്ത് അംബിക മാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ജസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഓർമ്മ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പുള്ളിക്കാരി ഉള്ള സമയത്ത് തന്നെ വീട്ടിൽ പോയിട്ട് സദ്യ കഴിച്ചിട്ടുണ്ട് ഓണത്തിന്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ വീടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഇത്രയും വലിയൊരു നടിയുടെ വീട്ടിൽ അപ്പോൾ നമ്മളെപ്പോലൊരു സാധാരണ ഒരാൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നൊരു
സ്വീകരണവും നമുക്ക് കിട്ടുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ നോർമലി നമുക്ക് എല്ലാവരും പോലെ തന്നെ നമുക്ക് ടേബിളിൽ നമ്മൾ സദ്യയെ കഴിച്ച് ഫാമിലിയോടൊപ്പം ഇരുന്ന് കഴിച്ചതും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വീടൊക്കെ കാണാൻ നല്ല ഭംഗിയാണോ? വീണെ കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയിൽ അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. നല്ലൊരു തറവാട് സെറ്റപ്പാണ്, അടിപൊളി ആംബിയൻസ് ആണ്. 1980-കളിൽ തമിഴ്, കന്നഡ, മലയാളം സിനിമകളിൽ വളരെ വിജയകരമായ ഒരു കരിയർ പടുത്തുയർത്തുവാൻ വൈദഗ്ധ്യവും കഴിവും പ്രകടമാക്കുന്ന ചില ധീരമായ വേഷങ്ങൾക്കൊപ്പം അവർ ഗ്ലാമറസ് വേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. 1986-ൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച രാജാവിന്റെ മകൻ, അടുത്ത വർഷം മറ്റൊരു വൻ ഹിറ്റ് ചിത്രമായ 20-ാം നൂറ്റാണ്ട്. ഗോസിപ്പുകൾക്ക് ഇത്രയേറെ പാത്രമാകേണ്ടി വന്ന മറ്റൊരു നടിയും ഉണ്ടാകില്ല. നടൻ വടിവേലു ഉൾപ്പെടെ അംബികയുടെ പേരിനൊപ്പം ചേർന്നപ്പോഴും തളരാതെ തന്റെ ലക്ഷ്യത്തിനായി അംബിക പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. തമിഴിൽ കാക്കി ചട്ട എന്ന ചിത്രത്തിലൂടെയാണ് അംബിക പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. അവരുടെ ഇളയ സഹോദരി രാധയും അറിയപ്പെടുന്ന നടിയാണല്ലോ. അവർ കരിയറിന്റെ ഉന്നതിയിൽ നിരവധി ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. കാതൽ പരിശു എന്ന ചിത്രത്തിൽ ഈ സഹോദരിമാർ ശക്തമായ എന്നാൽ പരസ്പര വിരുദ്ധമായ വ്യക്തിത്വങ്ങളുള്ള രണ്ട് സഹോദരിമാരുടെ വേഷങ്ങളിൽ എത്തിയത് മലയാളികളെ ഏറെ അത്ഭുതപ്പെടുത്തി. വിവാഹമോചനത്തിനു ശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ അംബിക പിന്നീട് 1997-ൽ പെരിയ മാനുഷ്യൻ എന്ന ചിത്രത്തിലും സത്യരാജിനൊപ്പം മാനാനഗി പെല്ലി എന്ന തെലുങ്ക് ചിത്രത്തിലും കൃഷ്ണം രാജുവിനൊപ്പം സിംഹദമാരി എന്ന കന്നഡ ചിത്രത്തിലും അഭിനയിച്ചു. മോഹൻലാലിനൊപ്പം ഏഞ്ചൽ ജോൺ, താന്തോന്നി, സദ്ഗമയ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അഭിനയിച്ച് നടി നേരെ TV സീരിയലുകളിൽ ഇന്നും കൂടുതൽ സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കല്ലറ അംബികയുടെ ഒരു അയൽവാസി എന്ന നിലയ്ക്ക് ഒരു അങ്കിളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാമേ, പുതിയ വിശേഷം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അംബിക എൻ്റെ വീട്ടിനടുത്ത് താമസമുള്ള ചെമ്പാട്ടിയാണ്. നല്ല കുട്ടിയാണ്. ആളുകൾക്ക് പോലത്തെ നല്ല അഭിപ്രായമുള്ള പാർട്ടിയാണ്. ആർക്കും മറ്റ് ദോഷങ്ങളൊന്നും ചെയ്യാത്ത കുട്ടി. അങ്ങനെയുള്ള ദോഷവശങ്ങളൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ വീട്ടിലൊക്കെ മക്കളെയൊക്കെ പേഴ്സണലായിട്ട് അറിയാമോ? അതെ, കല്ലറ അംബികയുടെ മക്കളെയൊക്കെ അറിയാമോ? മക്കളെല്ലാവരെയും ഞങ്ങൾ വളരെ അടുത്ത ആൾക്കാർ പോലെയാണ് കഴിയുന്നത്. അംബിക എൻ്റെ ഏറ്റവും വീട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത താമസമാണ്. എൻ്റെ ഒരു ചേഷകാരെ പോലെയാണ് അംബിക. അംബികയുടെ അമ്മയെ പോലെയാണ്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ നല്ല അടുത്ത ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രത്യേക ബന്ധുക്കളൊന്നും അല്ല. അല്ലാതെ റിലേറ്റീവ് അല്ലല്ലേ? അല്ല, അങ്ങനെ പ്രത്യേക ബന്ധമൊന്നുമുള്ള പാർട്ടിയല്ല. അംബികയായിട്ടുള്ള നല്ല ആ കുടുംബമായിട്ട് എനിക്ക് ഏറ്റവും നല്ല അടുത്ത ബന്ധമാണുള്ളത്. അതുപോലെ തന്നെ അംബികയായിട്ട് കല്ലറയെ സംബന്ധിച്ച് ഒരു നല്ല അഭിപ്രായം എല്ലാവർക്കും അംബികയെ സംബന്ധിച്ചുണ്ടാവും. നല്ല കുട്ടിയാണ്. വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെയെങ്കിലും സമയത്ത് കാണാറില്ല. ഇപ്പോഴും അമ്മയ്ക്ക് സുഖമില്ലാതെയൊക്കെ ഇരിക്കുകയാണ് അംബികയുടെ. തിരുവനന്തപുരത്തിന്റെ അഭിമാനം എന്നല്ല നമ്മൾ മലയാളികളുടെ അഭിമാനം നമ്മുടെ സ്വന്തം അംബിക ഇനിയും ഒത്തിരി കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കട്ടെ അല്ലേ. പ്രശസ്തനായ ഒരു ഗായകന്റെ വീട്ടിലേക്കാണ് തുടർന്നുള്ള യാത്ര. അദ്ദേഹത്തിന്റെ 2 വീടുകളുടെ ഉൾക്കാഴ്ചകൾ, ഒപ്പം അവാർഡുകൾ എന്നിവ നിങ്ങളെ കാണിക്കണം. അപ്പോൾ വീഡിയോയുമായി വളരെ വേഗം എത്താം. അതുവരെ ശുഭദിനം.